അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്നും ഉത്ഭവം കൊണ്ട ഒരു മഹാപ്രൊജക്റ്റിൻ്റെ അനന്തരഫലമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. മനുഷ്യൻ്റെ ബുദ്ധിശക്തിയെ അനുകരിക്കുന്നതിനും ആവർത്തിച്ചുള്ള ജോലികൾ കാര്യക്ഷമമായും വേഗത്തിലും ചെയ്യുന്നതിനും കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനുഷ്യൻ 5000 വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത അറിവുകൾ ഒരു മെഷീൻ 24 മണിക്കൂറിൽ പഠിക്കുമെന്നത് സ്വപ്നമല്ല, ഇന്നത്തെ യാഥാർത്ഥ്യമാണ്. എഐയുടെ മഹാലോകത്തിൻ്റെ ഒരു ചുരുക്കം മാത്രമാണിത്. ഇന്ന് ലോകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളുടെ മുഖ്യ ഹേതു എഐ തന്നെയാണ്. ആശുപത്രികളിൽ ക്യാൻസർ കണ്ടെത്തുന്നത് മനുഷ്യൻ കാണാത്തത് പോലും എഐ തിരിച്ചറിയുന്നത് കൊണ്ടാണ്. റോഡിൽ അപകട വളവിൽ പോലും എഐ പവേർഡ് ബ്രേക്കിംഗ് സിസ്റ്റം നമ്മെ രക്ഷിക്കുന്നു. ഫാർമസ്യൂട്ടിക്കൽ ഗവേഷണത്തിൽ നിഗൂഢമായ രോഗങ്ങളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്ന പുതുമരുന്നുകളുടെ രൂപകൽപ്പനയിൽ എഐ തന്നെയാണ് മുൻനിരയിലുള്ളത്. ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗുണങ്ങൾ എണ്ണിത്തീരാത്തവയാണ്. അതുകൊണ്ടാണ് മാക്സ് ടഗ്മാർക്ക് തൻ്റെ പുസ്തകമായ ലൈഫ് 3.0 പറഞ്ഞത്, ഇന്നേ വരെ സൃഷ്ടിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ സാങ്കേതിക വിദ്യയാണ് എഐ. നമ്മളതിനെ നന്നായി ഉപയോഗിച്ചാൽ അത് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ നേട്ടമായിരിക്കാം. അതെ, നന്നായി ഉപയോഗിച്ചാൽ പ്രകൃതിയെ സംരക്ഷിക്കാനും വിദ്യാഭ്യാസത്തെ ഇൻഡിവിജ്വലൈസ് ചെയ്യാനും ലോകത്തെ സമാധാനത്തിലേക്ക് നയിക്കാനും എഐക്ക് കഴിയും. എന്നാൽ ഇതിനപ്പുറത്ത് വലിയ അപകടങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ പേറുന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. നിക് ബോസ്ട്രോം സൂപ്പർ ഇൻ്റലിജൻസ് എന്ന തൻ്റെ പുസ്തകത്തിൽ പറയുന്നു, മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള ഒരു ബുദ്ധി മനുഷ്യനെ നിയന്ത്രിക്കാൻ തുടങ്ങുകയാണെങ്കിൽ പിന്നീട് അതിനെ സ്ഥിരപ്പെടുത്താൻ മനുഷ്യനാവില്ല എന്ന്. USA-യിൽ AI ഫേഷ്യൽ റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു ബാങ്ക് തട്ടിപ്പ് കേസിൽ തെറ്റായി തിരിച്ചറിയപ്പെട്ടത് മൂലം ഏഞ്ചൽ ലിപ്സ് എന്ന സ്ത്രീ ജയിലിലടക്കപ്പെട്ടത് 108 ദിവസമായിരുന്നു. യൂറോപ്പിൽ AI വികൃത സന്ദേശങ്ങളും വീഡിയോകളും ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ വർദ്ധിച്ചതായി കാണാം. വ്യാജ വാർത്തകളും ഡീപ് ഫേക്കുകളും വർദ്ധിക്കുന്നതും സ്വകാര്യതാ ലംഘനങ്ങൾ നിരന്തരം സംഭവിക്കുന്നതും കുട്ടികൾക്കെതിരെയുള്ള വലിയ അതിക്രമങ്ങളുടെ വർധനവും AI രൂപപ്പെടുത്തിയ അപകടങ്ങളാണ്. ഇതിനും അപ്പുറത്ത് ഒട്ടേറെ ഭയാനകമായ അപകടങ്ങൾ ഇനിയുമുണ്ട്. ഫിലിപ്പ് കെ ഡിക്സ് 1968 രചിച്ച ഡു ആൻഡ്രോയിഡ്സ് ഡ്രീം ഓഫ് ഇലക്ട്രിക് ഷീപ്പ് എന്ന നോവലിൽ പറഞ്ഞു വെക്കുന്ന മേഴ്സറിസം എന്ന ഒരു ടേം ഉണ്ട്. മനുഷ്യനെ നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകങ്ങളാണ് സ്നേഹം, സഹാനുഭൂതി തുടങ്ങിയവ. ഇങ്ങനെയുള്ള മൂല്യങ്ങളൊന്നുമില്ലാത്ത എഐ ഉണ്ടാക്കുന്ന അപകടങ്ങളേറെയാണ്. സ്റ്റോട്ട് റസൽ ദി ഹ്യൂമൻ കോമ്പറ്റിബിളിൽ പറയുന്നുണ്ട്, എഐയുടെ യഥാർത്ഥ അപകടം ദ്രോഹമല്ല, അത് കഴിവാണ് എന്ന്. മാനുഷിക മൂല്യങ്ങളൊന്നുമില്ലാത്തതിനാൽ കൃത്രിമ ബുദ്ധി അതിന് നൽകുന്ന ലക്ഷ്യങ്ങളെ സാക്ഷാത്കരിക്കാൻ മനുഷ്യരാശിയുടെ നാമാവിശേഷണത്തിന് വരെ കാരണമായേക്കാം. ഉദാഹരണത്തിന്, എഐക്ക് നമ്മൾ നൽകുന്ന നിർദ്ദേശം ഭൂമിയെ സംരക്ഷിതമാക്കണമെന്നാണെങ്കിൽ എഐ ചിന്തിക്കുക, ഭൂമിക്ക് ഏറ്റവും വലിയ ഭീഷണി മനുഷ്യരാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യരെ നീക്കം ചെയ്യുക എന്നത് ഭൂമിയെ സംരക്ഷിതമാക്കാനുള്ള ഒരു ലോജിക്കൽ സ്റ്റെപ്പാണ്. ഇതാണ് ടോബിയോട് ദി പ്രസിപ്പൈസിൽ പറയുന്നത്, മനുഷ്യ നാഗരികതയെ അവസാനിപ്പിക്കാൻ സാധ്യതയുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ക്രമീകരിക്കാത്ത എഐ എന്ന്. ഇത്തരത്തിൽ എഐ വലിയ അപകടങ്ങൾക്ക് കാരണമാണ്. സൂപ്പർ ഇൻ്റലിജൻസ്, ഓട്ടോണമസ് വെപ്പൺസ്, എക്കോണമി കൊളാപ്സ് തുടങ്ങിയ മാർഗങ്ങളിലൂടെ മനുഷ്യരാശിക്കുണ്ടായേക്കാവുന്ന ഏറ്റവും വലിയ ശത്രുവാണ് എഐ എന്ന് ടോബിയോട് തന്നെ പറഞ്ഞു വെക്കുന്നു. എഐ സൃഷ്ടിക്കുമ്പോൾ ലക്ഷ്യങ്ങളെ മുറുകെ ഫിക്സ് ചെയ്യാതിരിക്കുക. അതിനു പകരം ഹ്യൂമൻ വാല്യൂസ് ലേണിംഗ് എഐ സിസ്റ്റം എന്നത് ഇതിനെതിരെയുള്ള വലിയ പരിഹാരമാണ്. ഇന്ന് ലോകം എഐ ഡെവലപ്മെൻറ്റിന് വലിയ നിക്ഷേപം നടത്തുമ്പോഴും എഐ സേഫ്റ്റിക്ക് ഒരു രൂപ പോലും കരുതുന്നില്ല എന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാണ്. അതുകൊണ്ടാണ് നിക് ബോസ്ട്രോം, എലൈസർ യുഡ്കോസ്കി എന്നിവരൊക്കെ എഐ അലൈൻമെൻറ്റ് റിസർച്ചിലേക്ക് ആഗോള നിക്ഷേപം ആവശ്യപ്പെട്ടത്. എഐ പോലെയുള്ള ഒരു സൂപ്പർ ബ്രിഡ്ജ് സേഫ്റ്റി ഇല്ലാതെ പണിയുക എന്നത് മൂഢത്വമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വലിയ സാധ്യതകളുടെ ലോകം തുറക്കുന്നു എന്നതിനോടൊപ്പം തന്നെ ഭയാനകമായ ഒട്ടേറെ അപകടങ്ങളെ കൂടെ ക്ഷണിക്കുന്നുണ്ട്. ഇത്തരം അപകടങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാക്കുകൾക്ക് വിട. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശ്രദ്ധിക്കുക, ആർട്ടിയം വിളിച്ചിരിക്കുന്നു. ക്യാമ്പസ് മധുഗാനം ഇനിയും റിപ്പോർട്ട് ചെയ്യാത്ത